സർ, റൂബിൻ രാധാകൃഷ്ണന് ഇപ്പൊ പുതിയ കണക്കുകളായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഈ കണക്ക് പ്രകാരം ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ക് പ്രകാരം അവരിങ്ങോട്ട് റൂബിൻ രാധാകൃഷ്ണന് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കാനുണ്ട്. കൊടുക്കുവോ സാർ ഇനി അത്? അല്ല, ശരിക്കും പറഞ്ഞാൽ വേദലക്ഷ്മിയും അതുപോലെ തന്നെ മറ്റേ എന്താണ് അഭിലാജ് എന്തോ പറഞ്ഞ വേദലക്ഷ്മിയുടെ സുഹൃത്തും ഒക്കെ കൂടി ശരിക്കും റോബി രാധാകൃഷ്ണന്റെ വാദം കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു. കാരണം എന്താ വെച്ചാൽ റോബി രാധാകൃഷ്ണൻ പറയണത് പുള്ളി പണം നോക്കാതെ പുള്ളി ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. പുള്ളി ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അയച്ചു കൊടുത്ത് പുള്ളി ഇപ്പൊ ലാസ്റ്റ് 6.5 കോടി രൂപ 2 കൊല്ലം കൊണ്ട് 6.5 കോടി രൂപ അക്കൗണ്ടിലൂടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അത് തന്നെ എവിടെ നിന്നാണെന്ന് ദൈവത്തിന് അറിയാം. കാരണം ഇവന് എന്താണ് വരുമാന മാർഗമെന്ന് നമുക്കറിയില്ല. അപ്പൊ അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ പുള്ളി പറയണത് അങ്ങനെ കൂടുതൽ അയച്ചു കൊടുത്തു പോയി. ആ കാശ് എപ്പ തരുമെന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഇതിന്റെ കാര്യം എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായ? ഇവന്റെ കാഞ്ഞ ബുദ്ധിയാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് 19,999 രൂപ 99 പൈസ മാത്രമേ നമുക്ക് ഒരാൾക്ക് പണമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവനിപ്പോ ലീഗൽ അഡ്വൈസ് എടുത്തപ്പോ അവര് പറഞ്ഞിട്ടുണ്ട് നീ പേടിക്കാനില്ല, കാരണം അവര് തന്നത് ക്യാഷ് ആയിട്ടാണ് കുറെ പണം തന്നേക്കുന്നത്. അപ്പൊ അങ്ങനെ ക്യാഷ് ആയിട്ട് പണം കൊടുക്കാൻ പാടില്ല. ക്യാഷ് ആയിട്ട് പണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കണുണ്ടെങ്കിൽ പിന്നെ അതിന്റെ സോഴ്സ് അത് എവിടെ നിന്ന് കിട്ടി അവരങ്ങനെ കൊടുത്തേക്കണം. ഇപ്പൊ വേദലക്ഷ്മി തന്നെ പറയണ 4 ലക്ഷം രൂപ ഞാൻ ക്യാഷ് ആയിട്ട് 4 ലക്ഷം രൂപ അക്കൗണ്ട് വഴി കൊടുത്തേക്കണെന്ന് പറയണം. അപ്പൊ ആദ്യത്തെ ചോദ്യം വരും, ഇപ്പൊ നിയമപരമായി കോടതി ചെല്ലുമ്പോ ഒരുപാട് കുരുക്കുണ്ട്. അവര് ചോദിക്കും 4 ലക്ഷം രൂപ എവിടെ നിന്നായിരുന്നു എന്നൊക്കെ ചോദിക്കും. പിന്നെ അതിന് ഒറ്റ വഴിയേ ഉള്ളു, എൻ്റെ മറ്റേ മുത്തച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലോ ഇതുപോലെ പണം സമ്പാദിച്ചു വെക്കുന്ന ശീലമുണ്ടായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസ അറിവൊന്നും ഇല്ലായിരുന്നു, അവർ ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് എൻ്റെ കയ്യിലേക്ക് ഇത് തന്നു എന്ന് പറഞ്ഞാൽ എന്തില്ല. പിന്നെ നിയമപരമായിട്ട്, അതായത് പണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു കേസിൽ, അതായത് ഒരു രൂപ ഞാൻ എന്ത് ചെയ്തിരുന്നു പണ്ട് സമ്പാദിച്ചു വെച്ചിരുന്നു, അങ്ങനെയാണ് അത് എന്ത് ചെയ്തത് ഇപ്പൊ 40,000 രൂപ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും പറഞ്ഞുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ടി വരും. ഇവരിപ്പോ ലീഗലി കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അതിനൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടന്മാരോ കമ്പനി സെക്രട്ടറിമാരോ അല്ലെങ്കിൽ വക്കീലന്മാരൊക്കെ കൃത്യമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഉപദേശം കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊരു തലവേദനയാണ്. മനസ്സിലായോ? നിങ്ങൾ കൊടുത്തു എന്ന് പറയുന്നതിന് ഒന്ന് ഇത് കൊടുത്തു എന്ന് പറയുന്നതിന്റെ സോഴ്സ് കാണിക്കണം. രണ്ടാമത്തത് കൊടുത്തു എന്ന് പറയുന്നതിന്റെ രേഖയില്ല. രേഖയില്ലാത്തപ്പോ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തെളിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഇപ്പൊ ഞാൻ അഖില എൻ്റെ ഒരു 10,000 രൂപ കാശായിട്ട് മേടിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അത് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവനൊരു അഡ്വൈസ് എന്ത് ചെയ്തു കിട്ടി. അഡ്വൈസ് കിട്ടിയപ്പോൾ ഇവൻ കണക്കുകളെല്ലാം എടുത്ത് നോക്കി ഇവന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ അഡ്വക്കേറ്റോ ആരെങ്കിലും ഇരുന്ന് പരിശോധിച്ചിട്ടുണ്ടാവും. പരിശോധിച്ചപ്പോൾ ഇവൻ തന്നെ ഇന്ന് കൂട്ടി നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവൻ പറയണത് 42 ലക്ഷം രൂപ ഇങ്ങോട്ട് തന്നു, 42 ലക്ഷത്തി ചില്ലറ പ്ലസ് 43 സംതിങ് ഞാൻ തിരിച്ചു കൊടുത്തു. അപ്പൊ എന്റെ 69,000 രൂപ തരുമെന്ന് ചോദിക്കണം. പിന്നെ ഇതിലൊന്നും ഇതൊക്കെ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു അടിസ്ഥാനപരമായ കാര്യം നമുക്കറിയാം. ഒരൊറ്റ കാര്യമുള്ളൂ. ആ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇവൻ 40 ലക്ഷം രൂപ ഇനിയും അവർക്ക് കൊടുക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. ഇവരുടെ കയ്യിൽ അല്ലാത്ത വീഡിയോ ഒക്കെ ഉണ്ട്. സുരേഷ് ഗോപിനെ ചീത്ത പറഞ്ഞത്, ബാക്കി നേതാക്കന്മാരെയൊക്കെ ചീത്ത പറഞ്ഞ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ ആ ചീത്ത പറഞ്ഞ വീഡിയോ ഒക്കെ വിടും എന്ന് പറഞ്ഞ് ഇവനെ പേടിപ്പിച്ച് ആ കാശ് മേടിപ്പിലെ ഇപ്പൊ നടക്കുള്ളൂ. കാരണം അല്ലെങ്കിൽ നിയമപരമായിട്ടൊക്കെ പോയാൽ ഒരു 5-8 കൊല്ലം കഴിയുമ്പോൾ ഈ കാശ് എന്ത് ചെയ്യും? കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ വാസ്തവം എന്ന് പറഞ്ഞാൽ ഇവനാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവന്റെ മദറടക്കം വയ്യാതെ കിടന്നപ്പോ പോലും അവൻ കാശയച്ചു കൊടുത്തതാണ്. അവൻ വലിയ വിശാല ഹൃദയനാണ്, എന്നെ സഹായിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉമ്മ എന്നൊക്കെ പറഞ്ഞാണ് മെസ്സേജ് ഇട്ടേക്കുന്നത്. മനസ്സിലായി? എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പറയണതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവന്റെ നിലനിൽപ്പിന് പറഞ്ഞ കാശ് മുഴുവൻ ഞാൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ അടുത്ത് നമുക്കൊരു വലിയ ചോദ്യം ഉണ്ടല്ലോ, ഇവൻ എന്തിനാണ് ഇവരുടെ വീട്ടിൽ പോയി വീണ്ടും വീഡിയോ എടുക്കാനും ഇവൻ ഭയക്കുന്നു, ഞാനടക്കം ഭയന്നു പോയി എന്നൊക്കെ പറയുന്നതിന്റെ ആവശ്യം എന്താ? ഒരാൾ നമ്മൾ കാശ് മേടിച്ചു, കാശ് മുഴുവൻ നമ്മൾ തിരിച്ച് കൊടുത്തെങ്കിൽ പിന്നെ ഭയക്കണ എന്തിനാ? എന്തൊക്കെ അഭ്യാസവും. ഞാനിത് ഡിസ്കസ് ചെയ്യണ്ടെന്ന് ചോദിച്ചാണ്. പക്ഷെ ഡിസ്കസ് ചെയ്യ ഒറ്റ കാര്യം കൊണ്ടാണ്, ഇവനെയൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളെ സമ്മതിക്കും. ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ നമ്മൾ സമ്മതിക്കണം. ഒരു ബിഗ് ബോസിൽ ഒരു ചെറിയ പരിപാടിയിൽ പങ്കെടുത്ത് എന്തോ ആണെന്ന് വെച്ച് ഇവന്റെയൊക്കെ ഫോളോ ചെയ്യാനും ഇവനും ദിൽഷയെ കല്യാണം കഴിക്കൂ നിങ്ങൾ തമ്മിൽ ചേർച്ചയാണെന്ന് പറയാനും കല്യാണം കഴിച്ചില്ലെങ്കിൽ റോട്ടിൽ നിന്ന് കരയാനും ഒക്കെയുള്ള ഫോളോവേഴ്സ് ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കണം. പിന്നെ എനിക്ക് മറ്റേ ഈ വേദലക്ഷ്മിയുടെ ഇവരോടും പറയണ കുറച്ച് കാശൊക്കെ കുറച്ചു കൊടുത്താലും കുഴപ്പമില്ലെന്നാണ് ഇവന്റെ ഇതേ.
കുറച്ച് സമയം കൊടുത്തിട്ട് കുറച്ച് കാശൊക്കെ ഈ പോട്ടേന്ന് വെച്ചാൽ ഇപ്പൊ 1-2-3 ലക്ഷം രൂപ പോയാലും കുഴപ്പമില്ല. കാരണം ഇവന്റെ കുറച്ച് കെട്ടിപ്പിടുത്തവും ഉമ്മയൊക്കെ കിട്ടിയല്ലോ. ഫോണിലൂടെയാണ്. പക്ഷെ എങ്കിലും നമുക്കൊരു വലിയ കാര്യമുള്ളത്. റോബിൻ രാധാകൃഷ്ണൻ എന്ത് ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര ഭീകരമായിട്ടുള്ള അഭ്യാസികളായിരിക്കും ഇവരെന്നൊന്ന് ആലോചിച്ച് നോക്കി. അതായത് അഖിലയുടെ കയ്യിന്ന് ഞാൻ പണം മേടിച്ചു, എനിക്കറിയാം പണം മേടിച്ചു എന്ന്. പക്ഷെ അഖില ഇപ്പൊ ക്യാഷ് ആയിട്ടാണ് എനിക്ക് തന്നതെങ്കിൽ പിന്നെ ഞാൻ പറയണേ തന്നിട്ടില്ല എന്നാ കൂളായിട്ട് പറയണം. അങ്ങനെ പറയാൻ പറ്റുമോ അഖില ഒരാൾക്ക് സാധാരണ? ഞാൻ പറഞ്ഞ സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എനിക്കും ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ കാശ് കൊടുക്കാനുണ്ടാവും. കൊടുക്കാൻ നമ്മളെ ഈ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ആളുകൾ കൊടുക്കാതിരിക്കും. അതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുതലെടുപ്പ് എന്നല്ലാതെ വേറെ എന്നിട്ട് ഇവനൊക്കെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ഈ പറയുന്ന നാട്ടിൽ ഇവന് ഇൻഫ്ലുവൻസർ ആണ്, ഇവന്റെ പുറകിടക്കുന്ന ആളുണ്ട്. ആ ആളുള്ളത് കൊണ്ടാണ് ഇവന് പലപ്പോഴും പല ഫംഗ്ഷനുകളും പരിപാടികളും ഒക്കെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഏറ്റവും വലിയ തമാശ പറയണതെന്ന് പറഞ്ഞാൽ ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ നമ്മുടെ ജോബി പുള്ളിയുണ്ട്. ഓക്കെ, പുള്ളി പറയുന്നത് പുള്ളീനെ ദൈവം എപ്പോഴും കൂടെ നിന്ന് സംരക്ഷിക്കുന്നു എന്നൊക്കെയാണ് പുള്ളി എല്ലാ ഇന്റർവ്യൂകളിലും എന്ത് ചെയ്യുന്നത് പറയുന്നത്. പുള്ളീനെ അങ്ങനെ സംരക്ഷിക്കരുത്, നമ്മുടെ ഷൈലോക്കിന്റെ ഒക്കെ പ്രൊഡ്യൂസർ. അപ്പൊ പുള്ളി ഈ ഈ ഈ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അവന് കുറച്ച് സമയം കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യും, കുറച്ച് സമയം കാശ് കിട്ടുമെന്ന് പറഞ്ഞു. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? പുള്ളി ഇവനൊരു ലോൺ കൊടുത്തിട്ടുണ്ട്. ആ ലോൺ ഇവൻ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു. ആ സമയം കൊടുക്ക്, നീ അവനെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പുള്ളി വിളിച്ച് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ. റോബിന് കുറച്ച് കാശ് കിട്ടിയപ്പോൾ പുള്ളിയുടെ കാശ് മുഴുവൻ മേടിച്ച് പുള്ളി സേഫായി. അതെല്ലാരും ചെയ്യുന്നതാണ്, കുഴപ്പമൊന്നുമില്ല, അഭ്യാസമൊക്കെ കാണിക്കുന്നതാണ്. പുള്ളി കാശ് മേടിച്ച് പുള്ളി സേഫായി. എന്നിട്ട് പുള്ളി വീണ്ടും ലോൺ കൊടുക്കുന്നു. വീണ്ടും പുള്ളി ഇവനേതോ കുറച്ച് കാശ് കൊടുക്കാനുണ്ട്, അത് മുഴുവൻ തീർത്ത് കഴിയുമ്പോൾ 1 കോടി രൂപ ഇവന് വീണ്ടും ലോൺ കൊടുക്കുന്നു. ഇവനെങ്ങനെ 1 കോടി രൂപ കൊടുക്കും? പുള്ളിക്ക് അതിനകം തന്നെ മനസ്സിലായിട്ടുണ്ട് ഇവന്റെ കയ്യിൽ കാശൊന്നുമില്ല, എന്ത് ചെയ്തും ഇവനിത് വരുമാനമൊന്നുമില്ല. ഇനി ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഇവൻ പറയണത് ഇവൻ തജിക്കിസ്ഥാനിലേക്ക് പോയിട്ട് കാശായിട്ട് വരാം. മനസ്സിലാക്കണം, എവിടാ? തജിക്കിസ്ഥാനിലേക്ക് പോയിട്ട് ഇവൻ കാശായിട്ട് വരും. എൻ്റെ സംശയം ഇതൊന്നുമല്ല. ഞാനിപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല, ഇനി ഞാൻ ചർച്ച ചെയ്യുന്നുമില്ല. പക്ഷെ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ ആളുകൾ എങ്ങനെ, എന്ത് ക്വാളിറ്റി? ഇപ്പം നമ്മൾ മോഹൻലാലിനെ കാണുന്നു, നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറെ കാണുന്നു, അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റീവ് ജോബ്സിനോടൊരു ആരാധന തോന്നുന്നു, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് പോട്ടെ എലോൺ മസ്കിനോട് പോലും തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ പുള്ളി ഒരു സക്സസ് ആണെന്ന് പറയുന്ന ഒരു ചെറിയ ധാരണയെങ്കിലും ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്. എലോൺ മസ്കിന്റെ കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമുണ്ട്, പക്ഷെ എങ്കിലും അങ്ങനെ തോന്നലുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ പുള്ളി നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നൊന്നും തന്നില്ലെങ്കിൽ പുള്ളി നന്നായി ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മോഹൻലാൽ നല്ല അഭിനേതാവാണെന്ന് പറയുന്ന തോന്നലുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സിദ്ദിഖിക്കയുടെ ഒരു റീല് കണ്ടേ. ആ റീല് കണ്ടപ്പോ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയത്. സിദ്ദിഖിക്ക മറ്റേ ഒരു സെറ്റിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി മമ്മൂട്ടിയോട് എന്തോ ഒരു കോമഡി പറഞ്ഞു, ഒരു ജോക്ക് പറഞ്ഞു. ആ ജോക്ക് പറഞ്ഞപ്പോഴത്തേക്കൊന്നും മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. മമ്മൂട്ടി പുള്ളിയോട് പിണങ്ങി. അപ്പൊ മമ്മൂട്ടി പുള്ളിയോട് പിണങ്ങി കഴിഞ്ഞിട്ട് പുള്ളിക്കത് മനസ്സിലായില്ല. ബാക്കി സെറ്റിലുള്ള എല്ലാവർക്കും മനസ്സിലായി മമ്മൂട്ടിക്ക് ഭയങ്കര നീരസോയി ഇതാണെന്നൊക്കെ മനസ്സിലായി. അപ്പൊ മമ്മൂട്ടി മറ്റേ ഈ ബ്രൗൺ റൈസ് ഒക്കെ ആണല്ലോ കഴിക്കണേ. മമ്മൂട്ടി ഭയങ്കര ഹെൽത്തി ആണല്ലോ. അപ്പൊ റൈസ് കൊണ്ടുവന്ന് മമ്മൂട്ടിക്ക് കഴിക്കാൻ വേണ്ടി വെച്ചപ്പോ പുള്ളി ഇതൊന്നും അറിയാത്ത ഒരാളായിരുന്നു. നമുക്ക് അങ്ങനത്തെ ഗുണമുണ്ട്, നമുക്ക് അറിവില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല. പുള്ളി എന്ന് ചോദിച്ചാൽ നേരെ എന്നിട്ട് എന്ന് ചോദിച്ചാൽ മമ്മൂട്ടിയുടെ പ്ലേറ്റിൽ നിന്ന് കുറച്ച് ചോറെടുത്ത് പുള്ളിയുടെ പ്ലേറ്റിലേക്ക് ഇട്ട്. അപ്പൊ മമ്മൂട്ടി ദേഷ്യപ്പെട്ടിരിക്കണേ ഉള്ളൂ, മനസ്സിലായേ? മമ്മൂട്ടി അതിന് ആ പ്ലേറ്റിലിരിക്കുന്ന ചോറ് മുഴുവൻ പുള്ളിയുടെ പ്ലേറ്റിലേക്ക് ഇട്ട്. അതായത് പകുതി പുള്ളി എടുത്തിട്ട് പകുതി മമ്മൂട്ടിക്ക് വേണ്ടി പുള്ളി അവിടെ വെച്ചതാണ്. അപ്പൊ മമ്മൂട്ടിക്ക് അത് ഇഷ്ടപ്പെടായിട്ടാണോ ഇല്ല തന്നെ പുള്ളി മുഴുവൻ ചോറും അതിനകത്തേക്ക് ഇട്ട് നീ കഴിച്ചു. അപ്പൊ മമ്മൂക്കൊക്കെ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴും പുള്ളി സിദ്ദിഖിക്ക് കഴിക്കണ വളരെ ഇന്നസെന്റ് ആയിട്ട് കഴിക്കണം. മമ്മൂക്കൊക്കെ വേണ്ടതെന്ന് ചോദിച്ചു. വേണ്ട എന്ന് പറഞ്ഞു. എന്നാ കൊണ്ടുവന്ന് പറഞ്ഞ് മീൻകറിയെ കൂട്ടി അത് മമ്മൂക്കയുടെ മുമ്പിൽ ഇരുന്നേരം ഫുഡ് മുഴുവൻ കഴിച്ചു. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് പുള്ളി പറയണ സിനിമ എന്ന് പറയുന്നത് മറ്റേ ഒരു ഇതിന്റെ ഷൂട്ടിങ്ങിനാണ്, കരികോണം മറ്റേ കസബയുടെ എന്നതിന്റെ ഷൂട്ടിങ്ങിനാണ്. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങിന് നിൽക്കുമ്പോൾ അവിടെ വില്ലകളിലാണ് ഓരോരുത്തർ താമസിക്കുന്നത്. അപ്പൊ വൈകുന്നേരം അത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പുള്ളി പോയി കുളിച്ച് റെഡിയായിട്ട് പിന്നെ പുള്ളി വീണ്ടും മമ്മൂക്കയുടെ വീട്ടിലേക്ക് പോകണം, കാരണം വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റും. അപ്പൊ അവിടെ മമ്മൂക്കയുടെ വൈഫുണ്ട്, സുലു ഉണ്ട്. അപ്പൊ മമ്മൂക്കയുടെ വൈഫ് ചെന്ന് കാരണം പുള്ളിക്ക് ഇത് ടെൻഷൻ ഇല്ല, കാരണം മമ്മൂക്ക് വഴക്കിട്ടിരിക്കുന്നത് പുള്ളിക്ക് അറിയില്ലോ. പുള്ളി ചെന്ന് മമ്മൂക്ക അവിടെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് നേരെ വർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കണം. അപ്പൊ കുറെ നേരം മമ്മൂക്ക ഇങ്ങനെ മിണ്ടാതെ ഗൗരവത്തിലൊക്കെ ഇരുന്ന് നോക്കി. പക്ഷെ ഗൗരവത്തിലൊക്കെ ഇരുന്ന് നോക്കിയിട്ടും പുള്ളിക്ക് ഭയങ്കര രക്ഷയില്ല. പുള്ളി വളരെ കൂളായിട്ട് സംസാരിക്കണം. അപ്പൊ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക കുറച്ചു നേരം കഴിഞ്ഞ മമ്മൂക്കയുടെ പിടിവിട്ടപ്പോ ഇങ്ങനെ പറഞ്ഞു, സുലു
ഞാനിന്ന് ഇവനോട് സെറ്റിൽ വെച്ച് പിണങ്ങിയായിരുന്നു. ഇവനൊരു കോമഡി പറഞ്ഞു, അതെനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ സെറ്റിൽ വെച്ച് പിണങ്ങി. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് സെറ്റിലെ എല്ലാവർക്കും മനസ്സിലായി, പക്ഷെ ഈ പൊട്ടന് മാത്രം മനസ്സിലായിട്ടില്ല. അതേപോലെ ശരിക്കും പറഞ്ഞാൽ റോബിനും റോബിന്റെ കൂടെ നിന്ന ആളുകൾക്കും ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലായി റോബിൻ എന്താണ്. എന്നിട്ടും ഫോളോവർ പൊട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ വീഡിയോയുടെ താഴെ പോലും വന്ന് റോബിൻ എന്താണ് കീ ചെയ്യുന്നൊക്കെ വിളിക്കണം. നമുക്ക് എന്താ കീ ചെയ്ത് വിളിച്ച? പിന്നെ ഇവൻ തന്നെ തുറന്ന് സമ്മതിച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. വേദലക്ഷ്മി ഇവന് ഇഷ്ടമല്ല, പക്ഷെ ഇവൻ വേദലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എന്താ കാര്യം മനസ്സിലായ? കുറച്ച് ചില്ലറ കിട്ടി, കുറച്ച് സാമ്പത്തികമായവരെന്നെ. എന്നിട്ട് ഇപ്പൊ ഇവരെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പറയുന്നത്, ഇവന്റെ അമ്മക്ക് വയ്യാതെ കിടന്നപ്പോ ഒരുപാട് പണം കൊടുക്കാനുള്ളപ്പോ പോലും വീണ്ടും വിളിച്ച് പണം ചോദിച്ചപ്പോ ആ അഭിലാജ് എന്തോ പറഞ്ഞ അവന്റെ സിസ്റ്ററെ കൊണ്ട് ഈ പണം എന്ത് ചെയ്തു, 1 ലക്ഷം രൂപ വീണ്ടും അവനെ അയപ്പിച്ച് കൊടുത്തു. എന്നിട്ട് ഇപ്പൊ അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ പോക്സോ കേസ് പ്രതിയാണ് എന്ന്. ഇങ്ങനെ പറയണ അവനെന്തോ പോക്സോ കേസിലോ എന്തോ ശ്രീപീഠ കേസിലോ എന്തൊക്കെ പെട്ടിട്ടുണ്ട്. പക്ഷെ അത് എനിക്കറിയില്ല കേട്ടോ, കൂടുതലൊന്നും അറിയില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങള് ചർച്ച ചെയ്തോ എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. കൂടാതെ വേദലക്ഷ്മിയെ പച്ചത്തെറി പറഞ്ഞു എന്നൊക്കെ. ആ തെറി പറഞ്ഞതിന്റെ ഇതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഇവരാരെങ്കിലും മര്യാദക്കാരാണെന്നോ ഡീസന്റ് ആണെന്നോ അങ്ങനെ ഒരു അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ ഞാൻ ഇവനെ കുറിച്ച് ചർച്ച ചെയ്യില്ലായിരുന്നു. ചർച്ച ചെയ്ത ഒറ്റ കാര്യം കൊണ്ടാണ്, ആ BJP-ക്കാർ എത്രയും പെട്ടെന്ന് ഇവനെ BJP-ക്കാരെ എത്രയും പെട്ടെന്ന് ഇവനെ എന്ത് ചെയ്യാൻ നോക്ക്. ജസ്റ്റ് ആ ഡോറൊന്ന് തുറന്നു കൊടുത്തിട്ട് പുറത്തേക്ക് എന്ത് ചെയ്തോ, പൊയ്ക്കോന്ന് പറ. ഈ സുരേഷൊക്കെ കുഴപ്പമില്ലാത്ത ഒരാളാണ്, നല്ല ബുദ്ധിയുള്ള ഒരാളാണ്, അതുപോലെ രാജീവ് ചന്ദ്രശേഖർക്ക് അറിയാവുന്ന ഒരാളാണ്. എന്തിനാണ് ഈ വിഴുപ്പും കൂടി എടുത്ത് അകത്ത് വെക്കണം? എന്തോരം തലവേദന എടുത്ത് വെച്ചേക്കണം, ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ സത്യം പറഞ്ഞാൽ BJP-യുടെ ഇതില് ഇനി ഇവരുടെ കയ്യിലൊരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വീഡിയോ കൂടി പുറത്തേക്ക് വരുമ്പോൾ പ്രശ്നം എന്താണ്? ലക്ഷക്കണക്കിന് രൂപ വെച്ചിട്ട് അത് പുള്ളി വേറെ ആർക്കോ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അതേ ലക്ഷം ഇന്നപ്പോ കിട്ടിയ പണമാണെന്നാണ് ഇൻഡയറക്ട്ലി സൂചിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. വല്ല കൊള്ളാവുന്ന എത്രയോ പേരെ ഈ പണിക്ക് എന്ത് ചെയ്യും കിട്ടും. ഇല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നണത് 2000 ഇപ്പൊ 3 സീറ്റ് കിട്ടി, കുറച്ചൊരു 5 സീറ്റോ 10 സീറ്റോ ആക്കി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ തന്നെ BJP-യുടെ MLA-മാരൊന്നും മിണ്ടുന്നില്ല. അപ്പൊ എന്തിനാണ് ഇവനെയൊക്കെ എടുത്ത് എന്ത് ചെയ്യുന്നത്? സീറ്റ് വിൽപ്പനയാണെന്നൊക്കെയുള്ള വലിയ ആരോപണമുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ എന്തിനാണ് ഈ പറയുന്ന പോലെ ഇവനെയൊക്കെ എടുത്ത് എന്ത് ചെയ്യും? എന്നിട്ട് ഇപ്പൊ മാധ്യമങ്ങൾ മുഴുവൻ എഴുതി കാണിക്കുന്നത് വെച്ചാൽ BJP-യുടെ യുവ നേതാവ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആ പാർട്ടിക്കകത്ത് കുറച്ചെങ്കിലും മര്യാദക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ പറ്റുന്ന സ്ഥലപ്പെടും. ഞാൻ ഈ അടുത്ത് കോട്ടയത്ത് നിന്നുള്ള ഒരാള് എനിക്കറിയാവുന്ന ആളാണ്. അപ്പൊ പുള്ളി എന്നെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പറയുന്നത്? ഒന്നും പറയണ്ട സാറേ, നാട്ടിലിറങ്ങി നടക്കാൻ വയ്യെന്നോ. കാരണം ഇവൻ തന്നെ പറഞ്ഞേക്കണ അവര് വർഗീയ പാർട്ടിയാണ്. ഇനി അടുത്തത് ഈ പെള്ള നേതാക്കന്മാരെ കുറിച്ച് പറയുന്ന വേറെ ഒരുപാട് ക്ലിപ്പുകൾ ഇവരുടെ കയ്യിൽ പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത്? വർഗീയ പാർട്ടി എന്നൊക്കെ പറഞ്ഞ അത് വോയിസ് ക്ലിപ്പ് ഒക്കെ നമുക്ക് എന്റെ പൊന്നകില അത് സാമ്പിളാണ്. ഇനി വരാനിരിക്കുന്നതൊക്കെ ഇതിനേക്കാൾ ഭീകരമാണ്. ഞാൻ കേട്ടറിഞ്ഞത് മാത്രമാണ്. ഏത് മറ്റേ പുലിമുരുകൻ സിനിമ പറയുന്നില്ലേ, നിങ്ങൾ കേട്ടറിഞ്ഞതല്ല സത്യം, ഇനി മറ്റേ നിങ്ങൾ കാണേണ്ട സത്യം വേറെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇതെന്താണ്? എന്തിനാണ് ഈ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ തകരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. തകർക്കുന്നത് മനസ്സിലായ? ശരിക്കും പറഞ്ഞാൽ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ബോംബെടുത്ത് നെഞ്ചത്ത് ഇട്ട് വെച്ച് BJP കിടക്കട്ടോല്ല ആവശ്യമില്ല. പിന്നെ അവനോട് ഞാൻ പറഞ്ഞ റോബിനോട് പറയാനുള്ളത്, വളരെ കുറച്ചുകൂടി പക്വത. അവർക്ക് പണം കൊടുക്കാനുണ്ട്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിന് ആർഭാടകരമായിട്ടുള്ള ജീവിതം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതൊക്കെ കാര്യം. നമുക്ക് പറ്റുന്നത് എടുത്ത് പൊക്കിയാൽ മതി, അത് എൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എടുക്കാനുണ്ടെങ്കിൽ അവരോട് മര്യാദക്ക് എന്താണ് പറ. പിന്നെ ലീഗലി ശരിയാണ്, ഇപ്പൊ അവര് പണം അക്കൗണ്ട് വഴിയല്ല മേടിച്ചേക്കണത് എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ അവർക്ക് തെളിയിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കാര്യങ്ങൾ ഏതാണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. കാരണം ഇവന്റെ വീഡിയോ തന്നെ ഉണ്ട്, ഞാൻ 40 ലക്ഷം രൂപ കൊടുക്കാൻ. ഇനി 40 ലക്ഷം രൂപ മേടിച്ച് ഒരുത്തനെ കരളെ പൊന്നെ ഉമ്മ എന്നൊക്കെ പറഞ്ഞ ഒരുത്തനെ കുറിച്ച് ഇവൻ തന്നെ പറഞ്ഞ അവൻ മറ്റേ വേറെ ഏതോ പീഡന കേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ എങ്കിൽ പിന്നെ നേരത്തെ അറിയായിരുന്നില്ലേ, ഇത് മേടിക്കാതിരിക്കായിരുന്നില്ലേ? പിന്നെ
ഈ പീഡന കേസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന പ്രതിനെ തന്നെ ഇവൻ പലപ്പോഴും മറ്റേ ഇങ്ങോട്ട് വിളിക്കുകയും അവന്റെ വൈഫിനെ പരിചയപ്പെടുത്തുകയും വീട്ടുകാരായിട്ട് പോലും നല്ല അടുപ്പുണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. പിന്നെ ഈ പോക്കൃത്തരം എന്ത് ചെയ്യാം? ഇല്ല സാർ, എല്ലാം കൈവിട്ട് പോവാന്ന് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിക്കണ്ടേ? ചവിട്ടി നിക്കാൻ പറ്റാണ്ടാവുമ്പോ എന്തെങ്കിലുമൊക്കെ പറയാം, അത്രേ അല്ല, ഉള്ളൂ. ഞാൻ പറയണത് എന്തെങ്കിലും എന്റെ പൊന്നാകില്ല, ഞാൻ പറയണത് എന്തെങ്കിലും പറയല്ലേ, അതിനൊരു അതല്ലേ അവര് ലോജിക്കലി ചെയ്യുന്നത്, ഉള്ള കാര്യം പറ. അതല്ലേ നടക്കുന്നത്, അതല്ലേ അവര് ചെയ്യുന്നത്. മനസ്സിലായ? സത്യം പറഞ്ഞ അവൻ വന്നിട്ട് പറയണേ, എൻ്റെ കയ്യിൽ ഇങ്ങനെ പണം ഇല്ലാതായി പോയി, ഞാൻ എൻ്റെ അമ്മക്ക് വയ്യാതെയൊക്കെ വന്നപ്പോൾ കുറച്ച് പണം കടം മേടിച്ചിരുന്നു, ആ പണം കടം മേടിക്കാനായിട്ട് ഇപ്പം എനിക്ക് ഒരു 6 മാസത്തെ സമയം വേണം, അല്ലെങ്കിൽ ഒരു കൊല്ലം സമയം വേണം, ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ പണം വീട്ടാ, ഞാൻ കുറേ കാശുകൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഈ ബാലൻസ് എന്ത് ചെയ്യാനുണ്ട്, കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രശ്നം ഇവിടെ വെച്ച് തീരുമല്ലോ. പിന്നെ ജനത്തിന് ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ശരിയാണ്, ഇതുപോലെയുള്ള വാചകങ്ങൾ പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറയണ്ടേ. അല്ലാതെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ശരിയാണ്, ഞാൻ കാശ് കൊടുക്കാനുണ്ട്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരും, നമുക്ക് സെറ്റിൽ ചെയ്യാമെന്നെല്ലാം പറഞ്ഞതിന് ശേഷം പുള്ളി പറയണേ ശരിക്കും 69,000 രൂപ ഇങ്ങോട്ട് തരാണ്ടെന്ന്. അപ്പൊ 69,000 രൂപ ഇങ്ങോട്ട് തരാനുള്ള ഒരുത്തൻ അഖില എനിക്ക് 69,000 രൂപ ഇങ്ങോട്ട് തരാനുണ്ട്, അപ്പൊ ഞാൻ അഖിലയെ പേടിക്കണം? ഇല്ല, ചിലപ്പോൾ കേസിന് പോകില്ലല്ലോ. അല്ല, അഖിലക്ക് ഞാൻ കാശ് കൊടുക്കാണ്ടെങ്കിൽ ചിലപ്പോൾ വഴിമാറിയൊക്കെ അതെ. സഞ്ചരിക്കാം, അല്ലാതെ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി ചർച്ച ചെയ്യുന്നില്ല ഇത്. പക്ഷെ എനിക്ക് BJP ഇത് ഇപ്പൊ അവൻ രാഷ്ട്രീയക്കാരനൊന്നും അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യൂല കേട്ടോ, നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആകെ മറ്റേ ഈ പറയുന്ന രാഷ്ട്രീയക്കാരനും പിന്നെ ആളെ ഭീകരമായി പറ്റിക്കാനും ഒക്കെ നോക്കുമ്പോൾ ഉള്ള കാര്യം മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ചില ആളുകളുടെ കുടുംബ പ്രശ്നങ്ങളും അവരുടെ ഇതൊക്കെ ഉണ്ട്, അതൊന്നും ചർച്ച ചെയ്യാൻ എന്നോട് പല ആ ചാനലുകാരും പറഞ്ഞു. നമുക്കത് വേണമെങ്കിൽ ആളുകളുടെ റീച്ച് കിട്ടാനൊക്കെ പറയാം, ഞാൻ പറയാൻ തയ്യാറില്ല. പക്ഷെ ഇത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ആരോടും പറയാനില്ല, എനിക്ക് BJPയോടാണ് പറയാനുള്ളത്. പ്ലീസ് ഡോർ അതാ. ഓക്കെ, പോയാൽ ഞങ്ങൾ ഇപ്പൊ കുഴപ്പമില്ല, തനിയെ അങ്ങോട്ട് പതുക്കെ പതുക്കെ പോയാൽ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും?